MET ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കല്ലാച്ചി നാദാപുരം പ്രദേശത്ത് ദീർഘകാലമായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ടൈം നാദാപുരവും സംയുക്തമായി നാദാപുരം MET കേന്ദ്രമാക്കിക്കൊണ്ട് പെരിന്തൽമണ്ണ ഹൈദരലി ശിഹാബ് തങ്ങൾ സിവിൽ സർവീസ് അക്കാദമിയുടെ സബ് സെൻ്ററിൻ്റെ പ്രവർത്തനം 2025 നവംബർ 30-നാണ് ആരംഭിച്ചത്. ഒരു മത്സര പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും തുടർച്ചയായിക്കൊണ്ടാണ് ബാച്ച് രൂപപ്പെടുത്തിയത്. നാദാപുരം നിയോജക മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലെയും നാദാപുരം നിയോജക മണ്ഡലത്തോട് അതിർത്തി പങ്കിടുന്ന പുറമേരി, കുന്നുമ്മൽ പഞ്ചായത്തുകളിലെയും കുട്ടികൾക്കാണ് ഈ സ്ഥാപനത്തിൽ പ്രവേശന അർഹത ഉള്ളത്. ഇത് നവംബർ 30-ാം തീയതി ഇതിൻ്റെ പ്രഥമ ക്ലാസ് ആരംഭിച്ചു. 2026 ഏപ്രിൽ 24, 25 തീയതികളിൽ പെരിന്തൽമണ്ണ ക്രിയയിൽ വെച്ച് നടത്തിയ വാർഷിക അക്കാദമിക് ക്യാമ്പോടുകൂടി അക്കാദമിക് പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. 3 ബാച്ചുകളിലായി 148 കുട്ടികളാണ് പ്രവേശനം നേടിയത്. ഇതിൽ 27 മണിക്കൂറുകൾ 27 ദിവസങ്ങളിൽ 3 മണിക്കൂർ വീതം 81 മണിക്കൂർ ദൈർഘ്യമാണ് ഈ ക്ലാസിൻ്റെ ദൈർഘ്യം. ഈ കാലയളവിൽ 2 അക്കാദമിക് ക്യാമ്പുകൾ നടത്തപ്പെടുകയുണ്ടായി. ഒരു അക്കാദമിക് ക്യാമ്പ് MET-യിലാണ് ആതിഥ്യമരുളിയത്. അത് 2026 ഫെബ്രുവരി 1-നായിരുന്നു. പിന്നീട് ക്രിയ പെരിന്തൽമണ്ണയിൽ വെച്ച് 2026 ഏപ്രിൽ 24, 25 തീയതികളിലാണ് രണ്ടാമത്തെ ക്യാമ്പ് നടത്തിയത്. ഈ ക്യാമ്പിൻ്റെ മുന്നോടിയായി ബാച്ചിലെ മുഴുവൻ കുട്ടികൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ടുള്ള ഒരു പരീക്ഷ നടത്തി. ആ പരീക്ഷയിൽ 126 കുട്ടികൾ പങ്കെടുത്തു. അങ്ങനെ ലെവൽ 1 കംപ്ലീറ്റ് ചെയ്തു. അവരുടെ കോൺവെക്കേഷനാണ് ഈ ജൂലൈ 5 ഞായറാഴ്ച MET ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നത്. നെക്സ്റ്റ് ഇയറിലേക്കുള്ള ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ 7, 8 ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു എൻട്രൻസ് പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിൽ 2026 ജൂലൈ 12-ാം തീയതി ഞായറാഴ്ച നടക്കും. തുടർന്നുള്ള പ്രവർത്തനത്തിൽ കൂടി ഇതിൻ്റെ നെക്സ്റ്റ് ഇയറിലെ ബാച്ചിനെ സെലക്ട് ചെയ്യും. ഇപ്പോൾ ഈ പരീക്ഷ എഴുതിയിട്ടുള്ള മുഴുവൻ കുട്ടികളും ലെവൽ 2-ലേക്ക് ക്വാളിഫൈഡ് ആണ്. അവർക്കുള്ള ക്ലാസ്സും തുടർന്ന് ജൂലൈ അവസാനം ഓഗസ്റ്റ് 1-ലായിട്ട് ആരംഭിക്കും. പിന്നെ ഈ വർഷത്തെ ഈ കോൺവെക്കേഷൻ പരിപാടിയിൽ സ്ഥലം MLA KM അബ്ജിത്ത്, അതേപോലെ തന്നെ നമ്മുടെ IAS റാങ്ക് ഹോൾഡറായിട്ടുള്ള മുഹമ്മദ് അഷ്മിൽ ഷാ മുഖ്യാതിഥിയായും പങ്കെടുക്കും. മറ്റ് MET, അതേപോലെ തന്നെ ഈ ടൈം തുടങ്ങിയ പ്രവർത്തകരുടെ സാന്നിധ്യവും ഈ പരിപാടിയിൽ ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ. അതുപോലെ നമ്മൾ ഒരുമിച്ച് കൂടിയപ്പോൾ ഇങ്ങനെ ഒരു അക്കാദമിയുടെ ഒരു ആരംഭത്തിനെ പറ്റി സംസാരിച്ചിരുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും ഒരു വർഷത്തിന് ശേഷം ഒരുമിച്ച് കൂടുന്നത്. ഇവിടെ ഒരു ബാച്ച് ഉദ്ദേശിക്കുന്നത് ക്രിയയുടെ ഒരു രീതി എന്ന് പറയുന്നത് 6, 7, 8, 9 ക്ലാസ്സിലെ കുട്ടികൾക്ക് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്നുള്ള തരത്തിലാണ് അവരുടെ കോച്ചിങ് കൊടുക്കുന്നത്. ജൂനിയർ IAS എന്നാണ് ഈ ഒരു ബാച്ചിനെ വിളിക്കുന്നത്, IAS ജൂനിയർ. അപ്പോൾ നിലവിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ നാദാപുരം മണ്ഡലത്തിലെ 10 പഞ്ചായത്തിലെയും അതോടൊപ്പം പുറമേരി, കുന്നുമ്മൽ പഞ്ചായത്തിലെയും 7, 8, 9 ക്ലാസ്സിലെ കുട്ടികളെയാണ്. ഈ വർഷം പുതിയ ലെവൽ 2-ലേക്കുള്ള പ്രവേശനം കൂടി ഈ ഒരു കോൺവൊക്കേഷനോട് കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതിലൊരു ചെറിയൊരു മാറ്റം ഉദ്ദേശിക്കുന്നത് 9-ാം ക്ലാസ്സിലെ കുട്ടികളെ തൽക്കാലം മാറ്റി നിർത്തി നിലവിലെ നാദാപുരം മണ്ഡലത്തിലെയും നേരത്തെ പറഞ്ഞ പുറമേരി, കുന്നൂർ പഞ്ചായത്തിലെയും 7, 8 ക്ലാസ്സിലെ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്തൊരു ബാച്ചിലെ പ്രവേശനം കൂടി അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനം കൂടി ടൈം മീറ്റിംഗ് ആലോചിക്കുന്നുണ്ട്.
അതിലെ 12-ാം തീയതി, ജൂലൈ 12-ാം തീയതിയാണ് ലെവൽ 2-ലേക്കുള്ള പ്രവേശന പരീക്ഷ നടക്കുന്നത്. എന്നാൽ ഇപ്പോൾ നിലവിൽ ലെവൽ 1 ക്വാളിഫൈ ചെയ്തിരിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു പ്രവേശന പരീക്ഷ എഴുതേണ്ടതില്ല. അവർക്ക് നേരിട്ട് ലെവൽ 2-ലേക്ക് പ്രവേശനം ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രീതി. എന്തായാലും ഈ ഒരു അക്കാദമിയെ ജൂനിയർ IAS എന്നതിൽ നിന്ന് മാറ്റി നമ്മുടെ പ്രദേശത്തുള്ള ഡിഗ്രി +2 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു സീനിയർ ലെവലിലുള്ള, അതായത് കുറച്ചുകൂടെ വലിയ കുട്ടികൾക്കുള്ള, മുതിർന്ന കുട്ടികൾക്കുള്ള ഒരു അക്കാദമിയിലേക്ക് ഇത് വളർത്തുക എന്നുള്ളതാണ് ടൈമിൻ്റെയും എബിലിറ്റിയുടെയും അടുത്ത പദ്ധതി പ്ലാൻ. ഒരു കാര്യം അറിയിക്കാനുള്ളത്, 2023 മുതൽ ടൈം നടത്തി വരുന്ന ഒരു സ്കോളർഷിപ്പ് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ പ്രദേശത്ത് നിന്ന് മത്സര പരീക്ഷകൾക്ക്, അതായത് PSC, SSC, PSC, RRB പോലെയുള്ള മത്സര പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് 2 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് ടൈം കൊടുത്തു വരുന്നുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ പ്രഥമ സ്കോളർഷിപ്പ് സൈൻ നാദാപുരമാണ് പൂർണ്ണമായിട്ടും ആ സ്കോളർഷിപ്പ് സ്പോൺസർ ചെയ്തത്. രണ്ടാമത്തെ സ്കോളർഷിപ്പ് ടൈമും സൈനും സംയുക്തമായിട്ടാണ് കൊടുത്തിരുന്നത്. മൂന്നാമത്തെ സ്കോളർഷിപ്പ്, അതായത് 2025 സ്കോളർഷിപ്പ് KMCC ആണ് സ്പോൺസർ ചെയ്തിരുന്നത്. ഈ കഴിഞ്ഞ 3 വർഷങ്ങളിലും സ്കോളർഷിപ്പ് ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് വളരെ സന്തോഷത്തോടെ പറയാനുള്ളത്, SSC ഉൾപ്പെടെ വലിയ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ജോലി ലഭിച്ചു എന്നുള്ളതും അതുപോലെ ജോലി ലഭിക്കുന്നതിന് വലിയ പ്രചോദനമായി എന്നുള്ളതാണ്. 2 ലക്ഷം രൂപയാണ് സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. ആ സ്കോളർഷിപ്പ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ആ വിദ്യാർത്ഥികളെ ഒരു ഇൻ്റർവ്യൂ നടത്തി, പരീക്ഷ നടത്തിയതിനു ശേഷം ഇൻ്റർവ്യൂ നടത്തിയിട്ടാണ് ഈ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. 2026 സ്കോളർഷിപ്പ് വളരെ സന്തോഷത്തോടെ അറിയിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രഖ്യാപനം കൂടി ഇതോടൊപ്പം അറിയിക്കുകയാണ്. അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കരയത്ത് അബ്ദുല്ല ഹാജി അവരുടെ ഫാമിലി പേരിലാണ്. ടൈം, സൈൻ, കരയത്ത് അബ്ദുല്ല ഹാജി സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അലീക്ക എന്നോട് സംസാരിക്കും. നാദാപുരം കേന്ദ്രമാക്കി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു വരുന്ന ഒരു സംഘടനയാണ്. കഴിഞ്ഞ സിസ്മാഷ് പറഞ്ഞ പോലെ കഴിഞ്ഞ 3-4 കൊല്ലമായി ഈ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ വിധത്തിലും സഹകരിച്ചു വരുന്നൊരു സംഘടനയാണ്. അപ്പോൾ 2026 ഒരു സ്കോളർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട സംസാരത്തിൽ ഞങ്ങളുടെ ഫാമിലി, എൻ്റെ അന്തരിച്ചുപോയ എൻ്റെ പിതാവ് കരയത്ത് അബ്ദുല്ല ഹാജിയുടെ പേരിൽ ഒരു സ്കോളർഷിപ്പിന് സഹകരിക്കാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്ന, വളരെ പ്രോത്സാഹനം നൽകിയിരുന്നൊരു വ്യക്തിയായിരുന്നു എൻ്റെ അബ്ദുല്ല ഹാജി. MIT പോലുള്ള സ്ഥാപനത്തിലും വളർച്ചയ്ക്കൊക്കെ വളരെ പങ്കുവച്ചിരുന്നു. അപ്പോൾ ആ ഒരു അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് ഒരു അവാർഡ് ഏർപ്പെടുത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു ടൈമും സൈനും പോലുള്ള സംഘടനകളുമായിട്ട് സഹകരിച്ച് ആ ഒരു സ്കോളർഷിപ്പിന് സംവിധാനിക്കുന്നതിൽ വളരെ ഒരു നന്ദി. നടത്തുന്ന ഹൈദരലി ശിഹാബ് തങ്ങൾ അക്കാഡമി ഫോർ സിവിൽ സർവീസായിട്ട് കോർഡിനേറ്റ് ചെയ്ത് നടത്തുന്ന ഈ സംരംഭം നമ്മുടെ METയുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിൻ്റെ വേറെ ഒരു മാതൃകയാണ്. നമ്മുടെ ചെറിയ കുട്ടികൾ ഇപ്പം നമ്മൾ 7ാം ക്ലാസ് 8ാം ക്ലാസ് ആ രീതിയിലാണ്, ജൂനിയർ IAS എന്നുള്ള രീതിയിലാണ് ഈ ഒരു സംരംഭം തുടങ്ങിയത്. അടുത്ത് തന്നെ നമുക്ക് പ്ലാനുണ്ട്, അത് +1 +2 ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ബാച്ച് കൂടി തുടങ്ങാനുള്ള പ്ലാനുണ്ട്. അപ്പോൾ METയുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നാദാപുരത്ത് കുറച്ച് കാലമായി പ്രവർത്തിക്കുന്ന ടൈമുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഈ ഒരു വിദ്യാഭ്യാസ സംരംഭത്തിന് ഭാഗമാക്കുന്നതിനും അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും അതിൻ്റെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് METക്ക് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. അതുപോലെ തന്നെ ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൈൻ എന്ന സംഘടന അതുകൂടി കോപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് വിദ്യാഭ്യാസ രംഗത്തുള്ള ഈ ഒരു നാദാപുരത്തെ ഏറ്റവും വലിയ ഒരു സ്കോളർഷിപ്പ് വർഷം തോറും 2 ലക്ഷം രൂപ വീതം ഇത് 4ാമത്തെ സ്കോളർഷിപ്പാണ് കൊടുക്കുന്നത്. അതും ഈ വർഷം അടുത്ത ആഴ്ച നടക്കുന്ന മത്സര പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ടൈമും സൈനും കൂടി വിതരണം ചെയ്യുകയാണ്. അത് ഈ പ്രാവശ്യം ബഹുമാനപ്പെട്ട അന്തരിച്ചുപോയ കരയത്ത് അബ്ദുല്ല ഹാജി മെമ്മോറിയൽ അവാർഡായിട്ടാണ്, സ്കോളർഷിപ്പായിട്ടാണ് നൽകുന്നത്. ഇതിലൊക്കെ ഭാഗമാക്കാൻ കഴിയുന്നതിൽ METക്ക് ചാരിതാർത്ഥ്യമുണ്ട്. നന്ദി.